നമ്മളൊരു 7 ഡേയ്സ് ചാലഞ്ചാണ് കേട്ടോ. നമ്മളുടെ ഈ 7 ഡേയ്സ് ചാലഞ്ചിൽ വേറെ ഒന്നുമല്ല, സ്കിൻ്റെ ഡ്രൈനെസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി സ്കിൻ നല്ല ഗ്ലോ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ എടുത്ത് പറയട്ടെ, ആൻറ്റി ഏജിങ്ങിലുള്ളവർക്കും ബെസ്റ്റ് റിസൾട്ടാണ്. പക്ഷേ അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് കമൻറ്റ് വരും, മാമിൻ്റെ എല്ലാ വീഡിയോസിലും ആൻറ്റി ഏജിങ് ആണല്ലോ എന്ന് പറയുന്നത്. ആൻറ്റി ഏജിങ്ങിലുള്ള പ്രോബ്ലംസിനെ കുറിച്ച് ഞാൻ കൂടുതലും എടുത്തെടുത്ത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു രീതിയിലുള്ള സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതിൻ്റെയൊക്കെ നമുക്ക് റിസൾട്ട് അറിയുന്നത് ഒരു ആഫ്റ്റർ 40 അല്ലെങ്കിൽ 45 ഒക്കെ കഴിയുന്ന സമയത്താണ്. നമുക്ക് പതുക്കെ പതുക്കെ സ്കിൻ ഡ്രൈ ആയി തുടങ്ങും. സ്കിന്നിൽ ഡ്രൈ ആകാന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് പോലും നമ്മൾ സ്കിന്നിൽ മോയ്സ്ചർ ഇല്ലാതാവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസ് എല്ലാം ഡാമേജ് ആവും. അങ്ങനെ പതുക്കെ നമുക്ക് ഡാർക്ക് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് പിഗ്മെൻറ്റേഷനായിട്ട് സ്പ്രെഡ് ആവും. അതെല്ലാം നമ്മൾ കാണുന്നത് ഈ ഒരു ടൈമിലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആൻറ്റി ഏജിങ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. കാരണം സ്കിൻ കെയർ എന്ന് പറയുന്നത്, ഞാൻ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, പറഞ്ഞ് മടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്, സ്കിന്നിനെ നമ്മൾ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ മോയ്സ്ചർ ചെയ്ത് വെക്കുന്നത് സ്കിന്നിന്. അത് കറക്റ്റ് ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, മോയ്സ്ചർ ചെയ്യുന്ന ഒരാളുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രായമാണെങ്കിലും ശരി, അവർക്ക് ഒരു രീതിയിലെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഞാൻ അത്രമാത്രം ഗ്യാരൻറ്റി പറയുകയാണ്. ഒരു ഡാർക്ക് സ്പോട്ടോ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലംസോ ഒന്നും തന്നെ വരത്തില്ല. അതേ സമയത്ത് നമ്മൾ ഇതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് നമ്മളിതൊന്നും ചെയ്യാതെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തായാലും നമുക്കൊരു 40 വയസ്സിൽ ചിലപ്പോൾ തോന്നിയില്ലെങ്കിൽ 45 ഉള്ളിൽ നമുക്ക് ആ പ്രശ്നം നമ്മുടെ സ്കിന്നിൽ പതുക്കെ ഡാർക്ക് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാകും. അത് പിന്നീട് സ്പ്രെഡാവും, അത് പിഗ്മെൻറ്റേഷനിലേക്ക് മാറും. ചിലവർക്ക് 50 വയസ്സ് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷമാണ് ചിലവർക്ക് നമ്മുടെ ഈ ഹോർമോണൽ ചേഞ്ചസ്, അതായത് നമുക്ക് എന്താ പറയുക, മെനോപോസിൻ്റെ ടൈമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മുടെ സ്കിന്നിൽ വരും. അങ്ങനെ ആ ഒരു ടൈമിലായിരിക്കും, അപ്പം മുതലായിരിക്കും നമുക്കിത് ശരിക്കും കണ്ടു തുടങ്ങുക. അങ്ങനെ എന്താ പറയുക, ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കൂടുതലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലും ഡീപ്പായിട്ട് എടുത്ത് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതൊന്നുമല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പാക്കായിട്ടും മസാജിങ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന, മോയ്സ്ചറായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞു വന്നപ്പോൾ ഒന്നുകൂടെ പറയാം, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ സ്കിന്നൊക്കെ എപ്പോഴും നന്നായിട്ട് ഇരിക്കണം, നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്നുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ ഇതിനൊരു നോളേജ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവാം, പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടാവാം, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫെയർനെസ് ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് നമുക്ക് നോളേജ് എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ ഇതുവരെ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈഫ് ടൈമിലേക്ക് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലംസും ഉണ്ടാവത്തില്ല. അപ്പോൾ പല ആൾക്കാരും, ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ സ്കിൻ നോക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുക, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം സ്കിന്നിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പല പ്രശ്നങ്ങൾ ആൾക്കാർ പോയിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 3 മാസം കൊണ്ട് തന്നെ ആ ഒരു സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് അവരെന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഗൈഡൻസിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണം. കാരണം അത്രമാത്രം റിസൾട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ ഒന്നുമല്ല, റിസൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ എന്താണ്, അവരുടെ സ്കിൻ ടൈപ്പ് എന്താണ്, സ്കിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റൊട്ടീനാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രം ചെയ്താൽ മതി, സ്കിൻ 100% ഗ്യാരൻറ്റിയാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. പിന്നെ നമുക്ക് ലേഡീസിന് കുറേ മടിയൊക്കെ മാറ്റി വെച്ച് പ്രോപ്പറായിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് CTM ചെയ്ത് നോക്കൂ, സ്കിൻ എന്തോ ഒരു മാറ്റം വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നവരാണെന്ന് നിങ്ങൾക്ക് തന്നെ പ്രൊഡക്റ്റ് മേടിച്ച് ചെയ്യാം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരും,
3 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനിലൂടെ ആയിരിക്കും നമ്മളത് ക്ലിയർ ചെയ്യുന്നത്. വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 3 മാസത്തേക്ക് നമുക്ക് ഫീസ് ഉണ്ട്. 5000 റുപ്പീസാണ് വരുന്നത് കേട്ടോ. 3 പ്രാവശ്യം നമ്മൾ കൺസൾട്ട് ചെയ്യും. എവറി 21 ഡേയ്സ് നമുക്ക് കൺസൾട്ടിങ് നടക്കും. അതിലൂടെ ഓരോ 21 ഡേയ്സിലും നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ, നമ്മളുടെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഡ്രൈനെസ് ഒക്കെ മാറ്റാനുള്ള ഒരു 7 ഡേയ്സ് ചാലഞ്ചാണ്. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ ആവണക്കെണ്ണ ഇല്ലാത്ത വീട്ടിലില്ല അല്ലേ, കാസ്റ്റർ ഓയിൽ. സോ അത് നമുക്ക് എടുക്കണം. അത് നമുക്ക് 1 സ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക. കാസ്റ്റർ ഓയിൽ എപ്പോഴും ഭയങ്കര തിക്കാണ്, പക്ഷേ സ്കിന്നിനെ ഭയങ്കരമായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്, മനസ്സിലായി. പക്ഷെ അത് ഭയങ്കര സ്റ്റിക്കി, ഡയറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഒട്ടുന്ന പോലെ ഫീൽ, ഭയങ്കരമായിട്ട് ഒട്ടും. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് യൂസ് ചെയ്യാനോ മസാജ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ 1 സ്പൂൺ നമ്മൾ കാസ്റ്റർ ഓയിൽ എടുക്കുമ്പോൾ അതിന് 3 സ്പൂൺ അളവിൽ നമ്മൾ വെള്ളം മിക്സ് ചെയ്യണം കേട്ടോ. വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫേസ് നനച്ച് കൊടുത്തിട്ട് ഒരു 3 to 4 ഡ്രോപ്സ് കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മളുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം, അത് ഗ്ലിസറിൻ, ദെൻ കാസ്റ്റർ ഓയിൽ, ഇത് 3ഉം കൂടി. ഗ്ലിസറിൻ നമുക്കൊരു 3 to 4 ഡ്രോപ്പ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത് ഭയങ്കര, ഇപ്പം 3 സ്പൂൺ വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 സ്പൂണിലേക്ക് കുറയ്ക്കാം. ഞാൻ പറഞ്ഞതാണ്, 3 സ്പൂണെങ്കിലും ആകുമ്പോഴാണ് നമുക്കത് ഡയലൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒന്ന് കറക്റ്റായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊന്ന് മസാജ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഫേസിൽ കൊടുത്ത് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കളയുക. സ്കിൻ ടെക്സ്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കാസ്റ്റർ ഓയിൽ എടുക്കുക 1 സ്പൂൺ നമ്മളുടെ അലോവേറ ജെല്ലെടുക്കുക. ദെൻ അതിലേക്ക് ഇതുപോലെ തന്നെ 2 to 3 ഡ്രോപ്പ് ഗ്ലിസറിൻ എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, ദെൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം നമുക്കൊരു റിസൾട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വളരെ ഈസി അല്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ സ്കിൻ കെയർ ചെയ്തിട്ട് മാത്രം ചെയ്യുക. മസാജ് കൊടുക്കുമ്പോഴും നമ്മൾ അതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ഈ ആവണക്കെണ്ണ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയും സ്റ്റിക്കി ആയിരിക്കും. ആഗ്നെ ഉള്ളവർക്ക്, പിമ്പിൾസ് ഉള്ളവർക്ക് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. കാരണം പിമ്പിൾസ് ഉള്ളവർക്ക് നമ്മൾ അലോവേറ ജെൽ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ചിലപ്പം പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് പാക്കായിക്കോട്ടെ, ഇതുപോലെ എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ശരി, പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ. നമ്മളുടെ സ്കിന്നിൻ്റെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് വയ്ക്കുക. ദെൻ എന്തെങ്കിലും ഒരു 10 to 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചൊറിച്ചിൽ എന്തെങ്കിലും അനുഭവപ്പെടുവാണെങ്കിൽ ചെയ്യരുത്. ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് ചെയ്താൽ മതി. ഇത് ആഴ്ചയിൽ നമ്മൾ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമൊക്കെ ചെയ്യാം. പക്ഷേ 3 പ്രാവശ്യം ആ ഒരു കൗണ്ട് എടുത്ത് കറക്റ്റായിട്ട് ചെയ്തു പോകാം. 7 പ്രാവശ്യം നമ്മളിത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് നല്ലതുപോലെ മാറിയിട്ടുണ്ടാവും. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, തീർച്ചയായിട്ടും ചെയ്യണം. ഇതിൻ്റെ കൂടെ നിങ്ങൾ ആൻറ്റി ഏജിങ്ങിലേക്ക് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്കിൻ ഭയങ്കര ഡ്രൈയും പിഗ്മെൻറ്റേഷൻ ടാനൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മുടെ നാൽപ്പമരാതി ക്ലെൻസർ മാജിക് ഓയിൽ ഇപ്പോൾ ഒന്നും പറയാനില്ല, തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മേടിച്ച എല്ലാവർക്കും 100% റിസൾട്ടാണ്. സോ ഫീഡ്ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു മാജിക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. മാജിക് ഓയിൽ ഞാൻ പറഞ്ഞു മസാജിങ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, മേക്കപ്പ് റിമൂവറായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ഫേസിലൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാജിക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ ക്ലെൻസർ കുറച്ചെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്യുക, വാഷ് ചെയ്യുക. സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഡ്രൈനെസ് മാറണം എന്നുള്ളവർക്ക്, ആൻറ്റി ഏജിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ നമ്മളുടെ ക്ലെൻസർ വേണമെന്നുള്ളവരും വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തുകൊണ്ട്
ക്ലെൻസർ മാജിക് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ നാൽപ്പമരാതി ക്ലെൻസർ വേണമെന്ന് മെസ്സേജ് കൊടുത്താൽ മതി. 850 രൂപയാണ് കേട്ടോ അതിന് വരുന്ന റേറ്റ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യം മറക്കരുത്. ഡ്രൈനെസ് ഒക്കെ മാറാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്താ അത്രയും മടി, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത ട്രീറ്റ്മെൻറ്റായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.